ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ കഴിഞ്ഞൊരു വീഡിയോയ്ക്കകത്ത് നമ്മൾ എങ്ങനെയാണ് ഈ ഒരു കാർഡ് ക്രിയേറ്റ് ചെയ്തതും അതിനകത്തേക്ക് ടെക്സ്റ്റ് ഫീൽഡ് വെച്ചതും എന്നുള്ളതൊക്കെ നമ്മൾ പഠിച്ചിരുന്നു. ഇനി നമുക്ക് അതിന് താഴെയായിട്ടൊരു ബട്ടൺ ഉണ്ട്. അപ്പോൾ ആ ഒരു ബട്ടൺ നമുക്ക് എങ്ങനെ അവിടെ പ്ലേസ് ചെയ്യാം എന്നുള്ളത് നോക്കാം. ഈ ബട്ടൺ നമുക്ക് പല ടൈപ്പ് ബട്ടൺ ഉണ്ട് നമുക്ക് ഫ്ലട്ടറിൽ നോക്കിക്കഴിഞ്ഞാൽ തന്നെ. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് നമ്മുടെ കണ്ടെയ്നർ തന്നെ ഒന്ന് ഷേപ്പ് ചെയ്ത് ആ ഒരു സൈസിലേക്ക് ആക്കി എടുക്കാൻ പോവുകയാണ്. ഓക്കെ, ഞാനപ്പോൾ അതിന് വേണ്ടിയിട്ട് വീണ്ടും ഞാനൊരു കണ്ടെയ്നർ വിളിക്കുകയാണ്. കാരണം നമുക്ക് കണ്ടെയ്നറിൻ്റെ എല്ലാ പ്രോപ്പർട്ടീസും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. നമുക്ക് ഓൾറെഡി ബട്ടൺസ് ഉണ്ട്. ബട്ടൺസ് നമുക്ക് വരുന്ന ദിവസങ്ങളിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ആ സമയത്ത് നമുക്ക് ഇപ്പോൾ കൊടുക്കുന്നതിനെ റീപ്ലേസും ചെയ്യാം. ഇപ്പോൾ കണ്ടെയ്നർ കൊടുത്തു. കണ്ടെയ്നറിന് ഞാനൊരു ഡെക്കറേഷൻ കൊടുക്കാൻ പോവുകയാണ്. ഓക്കെ, കണ്ടെയ്നർ ഡെക്കറേഷൻ, ഒരു ബോക്സ് ഡെക്കറേഷൻ. കണ്ടെയ്നറിന് ഡെക്കറേഷൻ കൊടുക്കുന്ന രീതി മുന്നത്തൊരു വീഡിയോയ്ക്കകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബോക്സ് ഡെക്കറേഷൻ കൊടുത്തു. ഇനി ബോക്സ് ഡെക്കറേഷനകത്ത് ഷേപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷനുണ്ട്. നമുക്ക് ഷേപ്പ് വേണ്ട, ബോർഡർ റേഡിയസ്. ഓക്കെ, ബോർഡർ റേഡിയസ് കൊടുത്തു. ബോർഡർ റേഡിയസ് ഡോട്ട് സർക്കുലർ എഡ്ജസ് ആണ് നമുക്ക് വേണ്ടതല്ലേ. അപ്പോൾ സർക്കുലർ കൊടുത്തു. സർക്കുലറിനകത്ത് ഞാനൊരു 25 കൊടുത്തു. ദെൻ ഡെക്കറേഷനകത്ത് വേറെ കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല. നമുക്ക് കളർ കൊടുക്കാനായിട്ടുണ്ട്. കളറിലേക്ക് വരുമ്പോൾ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ട് പറയാം. ഇനി ടെക്സ്റ്റ് ആണ് നമ്മുടെ ചൈൽഡായിട്ട് വരുന്നത്. അപ്പോൾ നമ്മൾ ചൈൽഡ് കൊടുത്ത ശേഷം അതിനകത്ത് ടെക്സ്റ്റ് കൊടുത്തു. ടെക്സ്റ്റ് കൊടുത്തിട്ട് ടെക്സ്റ്റിന് ലോഗിൻ എന്നാണ് അവിടെ ടൈപ്പ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ടൈപ്പ് ചെയ്തിരിക്കുന്ന ടെക്സ്റ്റ് നമ്മളവിടെ കോപ്പി ചെയ്തിട്ടു. ദെൻ സ്റ്റൈൽ, ഒരു സ്റ്റൈൽ സ്പെസിഫൈ ചെയ്യാം. ഓക്കെ, ഫോണ്ട് വെയ്റ്റ് ഇത് ബോൾഡാണ്, അതുകൊണ്ട് ഞാനിവിടെ ബോൾഡാണ് കൊടുക്കുന്നത്. ഫോണ്ട് വെയ്റ്റ് ഡോട്ട് ബോൾഡ് കൊടുത്തു. ദെൻ ബോൾഡ് കൊടുത്തതിന് ശേഷം ഇനി നമുക്ക് വേണ്ടത് ഏതാണ്? ലോഗിൻ ഫോണ്ട് സൈസ് ബോൾഡ് കൊടുത്ത ശേഷം ഇനി ആ ഒരു കളർ സ്പെസിഫൈ ചെയ്യണം. കളർ ഇനി ഞാനിവിടെ ഈ ഒരു കണ്ടെയ്നറിനും ചെറിയൊരു കളർ കൊടുക്കണം കേട്ടോ. കളർ ഇപ്പോൾ കൊടുക്കുന്നതിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ആ ടെക്സ്റ്റ് അവിടെ വരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ്. നമുക്കിപ്പോൾ ശരിക്കും ഇവിടെ കളറല്ല കൊടുക്കേണ്ടത്, ഗ്രേഡിയൻ കളറാണ് കൊടുക്കേണ്ടത്. നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു ഗ്രേഡിയൻ കളറാണ് തന്നിരിക്കുന്നത് അല്ലേ. അപ്പോൾ ആ ഒരു കളറാണ് നമുക്കവിടെ കൊടുക്കേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് കളറൊന്ന് കൊടുത്തു. കളറൊന്ന് കൊടുത്തതിന് ശേഷം ഞാൻ ഓറഞ്ച് എന്ന് വെറുതെ കോൾ ചെയ്തിട്ടു. ഓക്കെ, അപ്പോൾ ഓറഞ്ച് എന്ന് കോൾ ചെയ്ത ശേഷം ഞാൻ ഇനി ഈ ഒരു ടെക്സ്റ്റിനെ ഞാൻ സെൻറ്റർ വെച്ച് റാപ്പ് ചെയ്യാൻ പോവാണ്. ഓക്കെ, സെൻറ്റർ വെച്ച് റാപ്പ് ചെയ്തു. ദെൻ ഈ സെൻറ്ററിനെ ഞാനൊരു പാഡിങ് കൂടെ കൊടുക്കാൻ പോവാണ്. ഓക്കെ, പാഡിങ് കൂടെ കൊടുത്തു കഴിഞ്ഞു. ഇനി ഞാൻ ജസ്റ്റ് ഒന്ന് റിലോഡ് ചെയ്യുകയാണ്. റിലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് വരുന്നതെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് ലോഗിൻ എന്ന് പറഞ്ഞിട്ടൊരു ബട്ടൺ അവിടെ വന്നു. പക്ഷേ ആ ബട്ടൺ നമ്മൾ ഉദ്ദേശിച്ച രീതിയിലല്ല വന്നിരിക്കുന്നത് അല്ലേ. അതിന് സൈസിനകത്തും ഷേപ്പിലും ഒക്കെ ചെറിയ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കത് മാറ്റണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ആ ഒരു ബട്ടണിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബട്ടണിന് കുറച്ചുകൂടെ കുറഞ്ഞുപോയി, വീതി കുറഞ്ഞുപോയി. അപ്പോൾ ആദ്യമേ നമുക്ക് ഈ വന്നിട്ട് ഇവിടെ ഫോണ്ട് സൈസ് ഒന്ന് സ്പെസിഫൈ ചെയ്ത് കൊടുക്കാം. ഫോണ്ട് സൈസ് ഞാനൊരു 20 കൊടുക്കുകയാണ്. അപ്പോൾ ബട്ടൺ കുറച്ചൊന്ന് വലുതായി. ഓക്കെ, ഗുഡ്. ഇനി ഈ ഇരിക്കുന്ന ബട്ടണിനെ എനിക്ക് കുറച്ചുകൂടെ ഒന്ന് വിഡ്ത്ത് മാത്രമല്ല ഹൈറ്റും ഒന്ന് കൂട്ടി കൊടുക്കണം. ഹൈറ്റ് കൂട്ടുന്ന സമയത്ത് വിഡ്ത്ത് കുറയുന്നതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും അല്ലേ. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒന്നെങ്കിൽ എനിക്ക് ബട്ടണിന് കണ്ടെയ്നറിന് ഹൈറ്റ് കൊടുക്കാം. കണ്ടെയ്നറിന് ഹൈറ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടെയ്നറിൻ്റെ ഹൈറ്റ് സ്പെസിഫൈ ചെയ്യാം. അപ്പോൾ നമുക്ക് ആ ഒരു ബട്ടൺ താഴെ കാണിക്കുന്ന ആ രീതിയിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. അതിൻ്റെ അകത്തെ ടെക്സ്റ്റ് കുറച്ചുകൂടെ വലുതാണെന്നുള്ളതേ ഉള്ളൂ. ഞാൻ ആ ഒരു ടെക്സ്റ്റും കുറച്ചൊന്ന് വലുതാക്കി. ഓക്കെ, ഇനി അതിന് താഴെയായിട്ട് വീണ്ടും നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോൾ ബട്ടൺ ആയി കഴിഞ്ഞു. ഈ ബട്ടണും കഴിഞ്ഞ് ഇനി അതിന് താഴെയായിട്ട് നമുക്കൊരു ടെക്സ്റ്റ് ഉണ്ടല്ലേ. താഴെ കിടക്കുന്ന ടെക്സ്റ്റ് നോക്കിക്കഴിഞ്ഞാൽ കാണാൻ പറ്റും, ഒരു ടെക്സ്റ്റ് ബ്ലൂവിലും ബാക്കിയുള്ളത് ഗ്രേ കളറിലുമാണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് ഒറ്റ ടെക്സ്റ്റ് ഒബ്ജക്റ്റ് കൊണ്ടിട്ട് നമുക്കതിനെ റാപ്പ് ചെയ്ത് എഴുതാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അങ്ങനെ വരുന്ന സമയങ്ങളിലാണ് നമ്മൾ റിച്ച് ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, റിച്ച് ടെക്സ്റ്റ് യൂസ് ചെയ്യുന്നതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ സെപ്പറേറ്റ് ആയിട്ട് വരുന്ന കാര്യങ്ങളെ നമുക്ക് ഒരേപോലെ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ റിച്ച് ടെക്സ്റ്റ് എഴുതുന്നതും നമുക്ക് വേറൊരു വീഡിയോയ്ക്കകത്ത് പഠിക്കാം. ഇപ്പോൾ നമുക്ക് കുറച്ചുകൂടെ ഈസി ആയിട്ട് നമുക്കൊരു റോ ഇട്ടിട്ട് ചെയ്യാം. കാരണം നമ്മൾ ഓരോ വിഡ്ജറ്റായിട്ട് പഠിച്ച് വരുന്നതേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ ഓരോ വിഡ്ജറ്റും എത്രത്തോളം യൂസ് ചെയ്ത് പഠിക്കാൻ പറ്റുമോ അത്രത്തോളം നന്നായിട്ട് പഠിച്ചതിന് ശേഷം അടുത്ത വിഡ്ജറ്റിലേക്ക് കിടക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. അപ്പോൾ ഞാൻ വിഡ്ജറ്റ് കൊടുത്തു. ദെൻ ഇനി എനിക്ക് വേണ്ടത് ടെക്സ്റ്റ് ആണല്ലേ. അപ്പോൾ ഞാൻ ടെക്സ്റ്റ് ഒന്ന് കൊടുത്തു. ദെൻ
അവിടെ തന്നിരിക്കുന്ന ആ ഒരു ടെക്സ്റ്റ് ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട്. ഓക്കെ, അതായിരുന്നു എൻ്റെ ഇനീഷ്യൽ ടെക്സ്റ്റ്. അത് ഞാൻ കൊടുത്തു. ദെൻ ഇതിനെ തന്നെ കോപ്പി ചെയ്ത് താഴേക്ക് കൊണ്ടുവന്നു. അവിടെ എനിക്ക് വേണ്ടത് സൈനപ്പാണ്. അപ്പോൾ ഞാനവിടെ സൈനപ്പ് കൂടെ കൊടുക്കാൻ പോവാണ്. സൈൻ അപ്പ്. ഓക്കെ, ഇനി ഇതിനും സ്റ്റൈൽ സ്പെസിഫൈ ചെയ്യാൻ പോവുകയാണ്. ടെക്സ്റ്റ് സ്റ്റൈൽ, സോറി സ്റ്റൈൽ ചെറിയൊരു തെറ്റ് വന്നു. ഓക്കെ, ടെക്സ്റ്റ് സ്റ്റൈൽ. ഓക്കെ, ടെക്സ്റ്റ് സ്റ്റൈലിനകത്ത് ഫോണ്ട് വെയിറ്റ് ഞാൻ കൊടുക്കാൻ പോകുന്നത് ഫോണ്ട് വെയിറ്റ് .w500 കൊടുത്തു. ദെൻ ഇനി വേണ്ടത് ഫോണ്ട് സൈസാണ്. ഫോണ്ട് സൈസ് ഞാനൊരു 16 കൊടുത്തു. ദെൻ കളേഴ്സ്.ബ്ലൂവും കൊടുത്തു. ഓക്കെ, അപ്പോൾ ഇത് ഇനിഷ്യലാണ്. ഇതേപോലെ തന്നെ നമുക്ക് മുകളിലും വേണം അല്ലേ. അപ്പോൾ ഞാൻ ഇത്രയും ഭാഗം വേണ്ടി ഇവിടുന്ന് കോപ്പി ചെയ്യാണ്. കോപ്പി ചെയ്തെടുക്കുന്നു. ഇവിടെ വന്ന ശേഷം കോമ ഇടുന്നു, സ്റ്റൈൽ കൊടുത്തു. ഓക്കെ, നമുക്കിവിടെ കളറിന് വ്യത്യാസമുണ്ട്, ഗ്രേ ആക്കി കൊടുത്തു. ഓക്കെ, ഓക്കെ കൊടുത്ത സമയത്ത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ നമുക്കവിടെ ടെക്സ്റ്റ് വന്നിട്ടുണ്ട്. പക്ഷേ ഗ്രേ എന്ന് കൊടുത്തേക്കുന്ന ആ ഒരു ടെക്സ്റ്റിന് കുറച്ച് കടുപ്പക്കുറവുണ്ടല്ലേ. അപ്പോൾ നമുക്ക് ഗ്രേക്ക് കടുപ്പം കൂട്ടി കൊടുക്കാനായിട്ട് ഗ്രേഡ് എടുത്ത് വന്നതിന് ശേഷം നമുക്ക് ഇങ്ങനെ സ്ക്വയർ ബ്രാക്കറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ, അതെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഗ്രേക്ക് ഒന്ന് ഹോവർ ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഗ്രേക്ക് ഏതൊക്കെ കളറാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളതെന്നുള്ളത്. ഇപ്പോൾ ബ്ലൂ, ഗ്രേ 900 എന്നൊക്കെ പറഞ്ഞ ഓപ്ഷൻസ് ഉണ്ട്. അതേപോലെ തന്നെ ബ്ലൂ ഗ്രേ 900 എന്നൊക്കെ പറഞ്ഞിട്ട് വേറെ ഓപ്ഷൻസ് വരുന്നുണ്ട്. അപ്പോൾ ഞാൻ അതിനകത്തേക്ക് ഗ്രേ 900 എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ കൊടുക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നത് നമുക്ക് നോക്കാം. ടെക്സ്റ്റ് കുറച്ചുകൂടെ ഡാർക്ക് ആവുമോ ലൈറ്റ് ആവുമോ എന്നുള്ളത് നോക്കാം. ഗ്രേ 900 കൊടുത്തപ്പോഴത്തെ ഏകദേശം ബ്ലാക്ക് കണക്കായി. അപ്പോൾ നമുക്ക് അത്രയും ഡാർക്ക് വേണ്ട. അപ്പോൾ ഞാൻ വീണ്ടും അതിൻ്റെ നെക്സ്റ്റ് ലെവലിലേക്ക് 700 കൊടുത്തു. 700 കൊടുത്തപ്പോഴത്തേക്ക് ഏകദേശം നമ്മളവിടെ കാണുന്ന ഒരു രീതിയിലേക്ക് തന്നെ വന്നല്ലേ. ഇനി എന്താണ് പ്രശ്നം? ഇനിയുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തമ്മിലൊരു സ്പേസ് ഉണ്ട്. നമുക്ക് സ്പേസ് വരാനായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം, ഒന്നെങ്കിൽ നമുക്കൊരു റോ കൊടുക്കുന്ന സമയത്ത് അതിൻ്റെക്ക് സൈസ്ഡ് ബോക്സ് കൊടുക്കാം. എന്താണ് സൈസ്ഡ് ബോക്സ്? സൈസ്ഡ് ബോക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടെയ്നർ പോലെ യൂസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു വിഡ്ജറ്റാണ്. പക്ഷേ ഈ ഒരു വിഡ്ജറ്റിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നമ്മുടെ കണ്ടെയ്നറിനേക്കാളും ലൈറ്റ് വെയിറ്റ് ആണ് എന്നത് മാത്രവുമല്ല, നമുക്ക് ഏതൊരു സൈഡിലേക്ക് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സ്പേസും മീൻസ് ഹൈറ്റും വിഡ്ത്തും ഒക്കെ സ്പെസിഫൈ ചെയ്ത് വെക്കണം എന്നുണ്ടെങ്കിൽ ഒരു ഇൻവിസിബിളായിട്ട് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു പോർഷൻ കൂടിയാണ്. അപ്പോൾ ഞാൻ അതിലേക്ക് ഇപ്പോൾ ഇവിടെ വിഡ്ത്ത് ഞാൻ ജസ്റ്റ് ഒരു 2 കൊടുത്തു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവിടെ ഒരു സ്പേസ് വന്നായിട്ട് കാണാൻ പറ്റും. ഓക്കെ, പക്ഷേ നമുക്ക് ശരിക്കും ഇതിൻ്റെ ആവശ്യമുണ്ടോ? നമുക്ക് ശരിക്കും ഇങ്ങനെ ഒരെണ്ണത്തിൻ്റെ ആവശ്യം അവിടെ ഇല്ല. നമുക്കതിന് വേണ്ടിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു സൈസ്ഡ് ബോക്സ് ഇവിടെ നിന്ന് റിമൂവ് ചെയ്ത ശേഷം ഒന്നെങ്കിൽ ഈ സൈനപ്പിലോ അല്ലെങ്കിൽ ഇവിടെയോ വന്നതിന് ശേഷം ജസ്റ്റ് \t കൊടുത്തു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ നമുക്കുള്ളൂ. \t എന്ന് പറയുമ്പോഴത്തേക്ക് നെക്സ്റ്റ് ടാബ്, ഓക്കെ, ഒരു ടാബ് സ്പേസ് ലീവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ കണ്ടില്ലേ, നമുക്ക് ഏകദേശം ഒരു സ്പേസ് അവിടെ ലീവായി. അപ്പോൾ നമുക്ക് വീണ്ടും വിഡ്ജറ്റ്സിൻ്റെ എണ്ണം കൂട്ടുന്നതിനേക്കാളും നല്ലത് എപ്പോഴും നമുക്ക് ചെറിയ രീതിയിൽ കോഡ് ചെയ്യുന്നതാണ് നല്ലത്. ഓക്കെ, അപ്പോൾ ഞാൻ അത്രയും കാര്യങ്ങൾ അവിടെ കൊടുത്തു. ഇനി നമുക്കിപ്പോൾ എന്താണ് പ്രശ്നം? ഇതെല്ലാം കൂടെ ഒരു സ്ഥലത്ത് ജോയിൻ്റ് ആയിട്ടിരിക്കുകയാണ്. ഓക്കെ, ഒരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ ആ റോയിൽ കൊടുത്ത കാര്യം നമുക്ക് എന്ത് ചെയ്യണം? ഒന്ന് സെൻട്രലൈസ് ചെയ്യണം. അപ്പോൾ നമുക്ക് പഠിച്ചു മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അലൈൻ ചെയ്യാൻ പറ്റുമെന്ന് പഠിച്ചു അല്ലേ റോയിൽ. അപ്പോൾ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് ഡോട്ട് സെൻറ്റർ. ഓക്കെ, സെൻറ്റർ എന്ന് കൊടുത്തു. ഓക്കെ, നമുക്കത് സെൻറ്ററിൽ അലൈൻ ആവുകയും ചെയ്തു. ഇനി നമ്മളിപ്പോൾ ചെയ്തേക്കുന്നതും നമ്മൾ കാണുന്ന ആ ഒരു ഡിസൈൻ തമ്മിൽ എന്താണ് വ്യത്യാസം? ബാക്കിയെല്ലാം ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. നമ്മൾ ആ ടെക്സ്റ്റിൻ്റെയൊക്കെ വലിപ്പം ഒന്ന് നോക്കി കഴിഞ്ഞാൽ അതൊഴിച്ച് ബാക്കി എല്ലാ കാര്യങ്ങളും ഒരേപോലെയാണ് അലൈൻ ചെയ്തിരിക്കുന്നത് അല്ലേ. അപ്പോൾ നമുക്ക് ഇനി ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ ഈക്വലി നമുക്ക് കാണുന്ന ആ ഒരു രീതിയിലേക്ക് തന്നെ കൊണ്ടുവരണം എന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ അതിന് ചെയ്യാൻ പറ്റിയിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഇതൊരു കോളത്തിലാണല്ലോ വിളിച്ചിരിക്കുന്നത്, നമുക്ക് കോളത്തിന് എന്തെങ്കിലും ഫീച്ചേഴ്സ് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു രീതിയിലേക്ക് വരുമോ എന്ന് നോക്കാം. നമ്മൾ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് സെൻറ്ററാണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ ഈ മെയിൻ ആക്സിസ് അലൈൻമെൻറ്റ് സെൻറ്റർ മാറ്റിയിട്ട്
സ്പേസ് അറൗണ്ട് കൊടുത്തു. ഓക്കെ, എന്താ സംഭവിക്കുക നമുക്ക് നോക്കാം. ഓരോ വിഡ്ജറ്റും ഈക്വലി സ്പേസ് എടുത്തിട്ട് മാറി മാറി നിൽക്കുന്നതായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പക്ഷെ നമുക്ക് ഇങ്ങനെയാണോ വേണ്ടത്? നമുക്ക് ഇങ്ങനെയല്ല വേണ്ടത്. ഇതിനെ കുറച്ച് സ്പേസ് നമുക്ക് മുകളിൽ വേണം. അപ്പോൾ നമ്മൾ ആദ്യമേ ഒരു സ്പേസർ കൊടുത്തിരുന്നല്ലോ. അപ്പോൾ നമുക്ക് ആ ഒരു സ്പേസർ ഒന്ന് അൺകമൻറ്റ് ചെയ്തിട്ട് ഇനി എന്തെങ്കിലും വ്യത്യാസം വരുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, സ്പേസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സ്പേസ് ലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നൊരു ഏരിയ ആണ്. അപ്പോൾ സ്പേസർ കൊടുത്ത സമയത്ത് സ്പേസർ അത്രയും ഏരിയ ഒക്കുപ്പൈ ചെയ്തു. ബാക്കിയുള്ള പോർഷനിലേക്ക് ഇതിനെ അടിച്ച് താഴ്ത്തി വയ്ക്കുകയാണ് ചെയ്തത് അല്ലേ. അപ്പോൾ ഞാൻ വീണ്ടും ആ സ്പേസറിനെ അവിടെ കമൻറ്റ് ചെയ്ത് വെച്ചു. ദെൻ ഇതിനെ ഞാൻ സെൻറ്ററിലേക്ക് തന്നെ വയ്ക്കുകയാണ്. ഓക്കെ, അലൈൻമെൻറ്റ് സെൻറ്ററിലേക്ക് തന്നെ വയ്ക്കുകയാണ്. ഇനി സെൻറ്ററിലേക്ക് വെച്ച ശേഷം എനിക്ക് എന്താണ് ചെയ്യേണ്ടത്? എല്ലായിടത്തും സ്പേസ് വേണം. അപ്പോൾ നമുക്ക് സ്പേസ് ഇടാനായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് സൈസ്ഡ് ബോക്സസ് യൂസ് ചെയ്യാനായിട്ട് പറ്റും അല്ലേ. അപ്പോൾ ഞാനിവിടെ വന്ന ശേഷം ലോഗിൻ ടു കണ്ടിന്യൂ, അതിനുശേഷം ജസ്റ്റ് അതിന് താഴേക്ക് ഒരു സൈസ്ഡ് ബോക്സ് കൊടുക്കുകയാണ്. സൈസ്ഡ് ബോക്സിന് ഹൈറ്റ് ഞാനൊരു 20 കൊടുത്തു. ഓക്കെ, 20 കൊടുത്ത് നോക്കാം. ഓക്കെ, ലോഗിനിൽ നിന്ന് ഏകദേശം ആ ഒരു സെയിം സ്പേസ് അവിടെ വന്നിട്ടുണ്ട്. ഇനി ഈ സൈസ്ഡ് ബോക്സ് തന്നെ എനിക്ക് എല്ലാത്തിൻ്റെയും ഇടയ്ക്ക് ഇതേ നോർമൽ സ്പേസ് തന്നെ എനിക്ക് എല്ലാത്തിനും ഇടയ്ക്ക് ലീവ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ആ ഒരു സൈസ്ഡ് ബോക്സ് നമുക്ക് അവിടെ വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനെ റീഫാക്ടർ ചെയ്യണം. ഇത് നമ്മൾ എത്രയും വട്ടം യൂസ് ചെയ്തതിനേക്കാളും നമുക്കിതിനെ റീഫാക്ടർ ചെയ്ത് യൂസ് ചെയ്യാം. അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഇതിൻ്റെ മുകളിൽ കൊണ്ടുവന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് ലെഫ്റ്റ് ബട്ടണിൽ ഒന്ന് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്കിവിടെ ഇതേപോലെ റീഫാക്ടർ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാൻ പറ്റും. ഈ റീഫാക്ടറിൽ വന്ന് ക്ലിക്ക് ചെയ്ത ശേഷം എക്സ്ട്രാക്ട് മെത്തേഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം. ഓക്കെ, എക്സ്ട്രാക്ട് മെത്തേഡിനകത്ത് നമുക്ക് അതിൻ്റെ ഒരു നെയിം കൊടുക്കാനുള്ള ഓപ്ഷനുണ്ട്. നെയിം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ ആ ഒരു നെയിം അവിടെ മാറി. ഇനി നമുക്ക് ജസ്റ്റ് ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. ക്ലിക്ക് ചെയ്യുമ്പോൾ എന്താണ് വ്യത്യാസം വരുന്നത് നോക്കാം. ഓക്കെ, നമ്മൾ എഴുതിയ ആ ഒരു കോഡ് സെപ്പറേറ്റ് ആയിട്ട് ഒരു വിഡ്ജറ്റായിട്ട് താഴെ വന്ന് കിടപ്പുണ്ട്. അതായത് നമ്മുടെ മെയിൻ ക്ലാസ്സിന് താഴെയായിട്ട് വന്ന് കിടപ്പുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ഒരു ക്ലാസ്സിനകത്തേക്ക് ഈ ഒരു വിഡ്ജറ്റ് വന്ന് കിടപ്പുണ്ട്. നമുക്ക് അവിടെ തന്നെ നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ ഒരു വിഡ്ജറ്റിനകത്തേക്ക് പോവുകയാണ്. ഇനി ഞാൻ ഇതിനെ കോപ്പി ചെയ്ത് എനിക്ക് വേണ്ട സ്ഥലങ്ങളിലേക്കെല്ലാം ഇടാൻ പോവുകയാണ്. ഓക്കെ, ആ 2 സ്ഥലങ്ങളിലേക്ക് ഞാനതിനെ കോപ്പി ചെയ്ത് കൊണ്ടുവന്ന് ഇട്ടു. അപ്പോൾ എന്ത് ചെയ്തു? നമുക്ക് ഏകദേശം അതേപോലൊരു രൂപം കിട്ടിയല്ലേ. ഇനിയും ഉണ്ടല്ലേ കാര്യങ്ങൾ. ഇനി എന്താണ്? നമുക്ക് ആ ഒരു ലോഗിൻ ഡോണ്ട് ഹാവ് ആൻ അക്കൗണ്ട് എന്ന് പറഞ്ഞ് കിടക്കുന്ന ആ ഒരു പോർഷനും കൂടി നമുക്ക് താഴേക്ക് കൊണ്ടുവരണം. അതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ ഒരു സ്പേസർ കൊടുക്കാം. സ്പേസറിനകത്ത് നമ്മൾ പഠിക്കാത്തൊരു ഫീച്ചറാണ് ഫ്ലെക്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്കവിടെ ഒരു ഫ്ലെക്സ് എന്ന് പറഞ്ഞിട്ടൊരു ഫീച്ചർ കൂടെ അവിടെ കൊടുക്കാം. ഫ്ലെക്സ് ഞാൻ 1 ആയിട്ട് സെറ്റ് ചെയ്തു. എത്ര ദൂരത്തേക്ക് ഫ്ലെക്സ് വരണം എന്നുള്ളതാണ് നമ്മളവിടെ സ്പെസിഫൈ ചെയ്ത് കൊടുത്തേക്കുന്നത്. ഓക്കെ, ഇനി ജസ്റ്റ് അത് ഞാനൊന്ന് റൺ ചെയ്യുകയാണ്. റൺ ചെയ്ത സമയത്ത് നോക്കിയാൽ നമുക്ക് ഏറ്റവും താഴെയായിട്ട് അത് പ്രോപ്പർലി അലൈൻ ചെയ്തു, മുകളിലേക്കും അതേപോലെ അലൈൻ ചെയ്ത് വന്നു. അപ്പോൾ നമ്മൾ നേരത്തെ ആ കമൻറ്റ് ചെയ്ത് വെച്ച ആ ഒരു സ്പേസർ ഞാനവിടെ അൺകമൻറ്റ് ചെയ്ത ശേഷം ഇവിടെയും സ്പേസർ കൊടുത്തു, ഫ്ലെക്സ് 1 ആക്കി കൊടുത്തു. ഓക്കെ, ദെൻ റൺ ചെയ്യുന്നു. നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു ലോഗിനും ഈ ഒരു ലോഗിനും തമ്മിൽ നോക്കി ഏകദേശം എല്ലാം ഒരേപോലെ തന്നെയാണ് ഇരിക്കുന്നത്. നമുക്ക് ഈ ഒരു ലോഗിൻ്റെ ഈ ഒരു സ്പേസ് മാത്രം ചെറിയൊരു വ്യത്യാസം ഉണ്ടല്ലേ. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ചുകൂടെ സ്പേസ് കൂട്ടി കൊടുക്കാം. ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ച ഈ ഒരു സൈസ്ഡ് ബോക്സില്ലേ, ഈ ഒരു സൈസ്ഡ് ബോക്സിനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഹൈറ്റ് മാത്രം നമുക്ക് ഇഷ്ടമുള്ള സ്ഥലങ്ങളിൽ മാറ്റി വിളിക്കത്തക്ക രീതിയിൽ കോഡ് ചെയ്യാൻ പറ്റും. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ആർഗ്യുമെൻറ്റ് പാസ് ചെയ്യണം. നമ്മൾ ആദ്യമേ പഠിച്ചതാണ് നെയിംഡ് ആർഗ്യുമെൻ്റൊക്കെ പാസ് ചെയ്യുന്നതും അതേപോലെ തന്നെ പാരാമീറ്റേഴ്സ് എന്താണെന്നുള്ളതും ഒക്കെ പഠിച്ചു. അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഇവിടെ ഒരു വേരിയബിൾ ഡിക്ലെയർ ചെയ്യുകയാണ്. വേരിയബിൾ ഹൈറ്റ്. ഓക്കെ, സോറി, var h എന്ന് കോൾ ചെയ്തു. എങ്കിൽ HGHT കിടക്കട്ടെ. ഓക്കെ, ഞാനിങ്ങനെ കോൾ ചെയ്തു. അതിനടുത്ത് ഞാൻ ഈ ഒരു ഹൈറ്റ് എന്ന് പറഞ്ഞ ആ ഒരു പോർഷനിലേക്കും വെച്ചു. ഇനി ഞാൻ നേരത്തെ എഴുതിയെടുത്തെല്ലാം പോയി കഴിഞ്ഞാൽ എനിക്ക് അവിടെ എല്ലായിടത്തും ഒരു എററായിരിക്കും കാണാൻ പറ്റുക. കാരണം ഇവിടെ അവർ ഓൾറെഡി ഒരു പാരാമീറ്റർ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. ആ ഒരു പാരാമീറ്റർ നമ്മളിവിടെ കൊടുത്തിട്ടില്ല അല്ലേ. അപ്പോൾ ആ ഒരു പാരാമീറ്ററിനെ നമ്മളവിടെ
കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ആ പാരാമീറ്റർ ഇപ്പോൾ ആദ്യത്തേനെല്ലാത്തിനും നമ്മൾ 20 തന്നെയായിരുന്നു കൊടുത്തിരുന്നത്, 20 ആൻഡ് അവസാനത്തതിന് നമുക്ക് അവിടെ യൂസ് ചെയ്യുന്നതിൻ്റെ ഡബിൾ സ്പേസ് വേണം. അപ്പോൾ ഞാനവിടെ 40 കൊടുത്തു. 40 കൊടുത്ത് ഞാനത് റൺ ചെയ്യുകയാണ്. റൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് എന്താണ് വ്യത്യാസം വരുന്നത് നോക്കാം. എന്താണ് ഇൻഡ് ഈസ് നോട്ട് എ സബ് ടൈപ്പ് ഓഫ് ഡബിൾ എന്നാണ് വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ വന്ന സമയത്ത് നമ്മൾ കൊടുത്തതിൽ വന്ന വ്യത്യാസമാണ് ഡബിൾ എന്ന് സ്പെസിഫൈ ചെയ്തു. ഓക്കെ, ഇപ്പോൾ നോക്കി നമ്മൾ കാണുന്ന ആ ഒരു UI പോലെ തന്നെ നമ്മുടെ UIയും പ്രോപ്പർലി ബിൽഡ് ആയിട്ട് ഇരിപ്പുണ്ട് അല്ലേ. ഇനി നമുക്ക് പഠിക്കേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന് ഗ്രേഡിയൻറ്റ് കൊടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളതും ഇതിലൊക്കെ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് അടുത്തടുത്ത പേജിലേക്ക് പോകുന്നത് എങ്ങനെയാണെന്നുള്ളതുമാണ് പഠിക്കേണ്ടത്. അത് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ പഠിക്കാം. ടിൽ ദെൻ ബൈ.